ഹബീബ്സ് വെൽക്കം ബാക്ക്. ലാസ്റ്റ് തുലിങ്തിൻ്റെ 7ാമത്തെ എപ്പിസോഡ്. ഭയങ്കര ഭംഗിയുള്ളൊരു സീനായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കണ്ടത്. ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഡേ ലിപ്സിൽ പിടിച്ചുകൊണ്ട് കാറിലിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് മോക്ക് വരുന്നുണ്ട്. ഡേ ആണെങ്കിൽ ആകപ്പെടാൻ നെർവസ് ആയിട്ടാണ് ഇരിക്കുന്നത്. മോക്കാണെങ്കിൽ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു സീൽ ബെറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഡേ പറയുന്നുണ്ട് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞെങ്കിൽ തിരിച്ച് വീട്ടിൽ പൊക്കോളാൻ. ശരി, ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് മോക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചെക്കന് ഹാങ് ഓവർ മാറാനുള്ള മരുന്നൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ആ ഒരു മരുന്നിലേക്ക് നോക്കുന്ന സമയത്ത് നേരത്തെ കിസ് ചെയ്ത ഒരു കാര്യമാണ് അവന് മൈൻഡിലേക്ക് വരുന്നത്. മോക്ക് അങ്ങനെ വീട്ടിൽ പോയിട്ട് കാര്യമായിട്ട് കുറേ നേരം എന്തോ ആലോചിച്ച് പൂജേൻ്റെ അടുത്ത് എനിക്ക് നിൻ്റെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട് എന്ന് ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് പറയാണ്. അവളും ഭയങ്കര കാര്യമായിട്ട് നോക്കിയിരിക്കുമ്പം ഇവൻ പറയുന്നത് ഡേനെ ഇഷ്ടമാണെന്ന്. അത് അവൾക്ക് ഓൾറെഡി അറിയാലോ. ഫുൾ ടൈം അവനെക്കുറിച്ചാണ് മോക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഇവക്ക് അതറിയാതിരിക്കും? ഓ, അതൊക്കെ അത്ര നന്നായിട്ട് അറിയുന്നുണ്ടോ എന്നുള്ള ഒരു എക്സ്പ്രഷൻ ഇട്ടാണ് മോക്ക് നിൽക്കുന്നത്. നിനക്കതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മോക്ക് ചോദിക്കുന്നുണ്ട്. ആലോചിച്ചിട്ട് ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് നീ ഹാപ്പി ആണെങ്കിൽ എനിക്ക് ഓക്കെ ആണെന്ന് അവള്. വേറൊരു സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടോ എന്ന് മോക്ക്. നിന്റെ എക്സ് എന്നുള്ള നിലയ്ക്ക് പറയുവാണെങ്കിൽ എനിക്ക് അസൂയ തോന്നുന്നുണ്ടെന്ന് അവള്. എന്തിനിപ്പോൾ അസൂയപ്പെടാനൊക്കെ ഉള്ളത് എന്ന് മോക്ക്. നിന്റെ കാര്യത്തിലൊന്നല്ല, ഡേ നിന്നെ ചിരിപ്പിക്കുന്നില്ലേ അതിനാണെന്ന് അവള്. അത് കഴിഞ്ഞിട്ട് അവള് പറയുന്നുണ്ട് ഇപ്പം നിനക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ പോലും തൽക്കാലം ഡേൻ്റെ അടുത്തത് പറയേണ്ടെന്ന്. ശരിയാവത്തില്ലെന്ന് പറയാണ്. ഇതിൽ കൂടുതൽ പറയേണ്ട വല്ല കാര്യമുണ്ടോ? എന്തുകൊണ്ടാണെന്ന് മോക്കും ചോദിക്കുന്നുണ്ട്. നീ അവൻ്റെ എംപ്ലോയി ആണ്, സോ നീ അവൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൻ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നമായിരിക്കും. അതൊന്നും ശരിയാവത്തില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പറയേണ്ടെന്നാണ് അവള് പറയുന്നത്. അതൊക്കെ ഇപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം? ഓൾറെഡി ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞല്ലോ. അവൻ്റെ ആ ഒരു ഇരിപ്പ് കണ്ടിട്ട് എടാ സത്യം പറ നീ അത് പറഞ്ഞോന്ന് അവള് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്നവൻ പറഞ്ഞിട്ടില്ലല്ലോ, ചെയ്തല്ലേ ഉള്ളൂ. ഇവിടെ ഗീ ഡേനെ വിളിക്കുമ്പം പറയാണ്ട് വന്നേന് അവൻ സോറി ചോദിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞായിരുന്നു, ഓഗസ്റ്റ് പറഞ്ഞു, അതുപോലെ അവൻ നിന്നെ അപ്സെറ്റ് ആക്കുന്ന കണക്ക് ആക്സിഡൻ്റിൽ എന്തോ ചെയ്തു എന്നും പറഞ്ഞു. നിങ്ങൾ ഫ്രണ്ട്സാണ്, വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കിയിരിക്കാതെ പാച്ചപ്പ് ചെയ്യാനാണ് അവൾ പറയുന്നത്. ഒരുമാതിരി രീതിക്ക് അതേ ഫ്രണ്ട്സ് എന്ന് ഡേയും പറയുന്നുണ്ട്. ഓഗസ്റ്റുമായിട്ട് പാച്ചപ്പാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വേണമെന്ന് പറയാണ്. നിനക്ക് അതിന് മാത്രം ടൈമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഇന്ന് സ്റ്റേറ്റ്സിലേക്ക് പോവാണെന്ന് അവള് പറയുന്നുണ്ട്. ഇത് ഡേയ മോക്കിൻ്റെ അടുത്തും പറയുന്നുണ്ട്. ചിലപ്പോൾ അവന് പോകുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് എന്തെങ്കിലും നല്ല രീതിക്ക് സംസാരിക്കാനുണ്ടാവുന്നു. നിനക്ക് പോകണമെന്ന് ഡേ ചോദിക്കുന്നുണ്ട്. ഇന്ന് നൈറ്റാണ് ഫ്ലൈറ്റ്. ഇപ്പം പോയാലേ അവിടെ അവനെ കാണാൻ പറ്റുള്ളൂ എന്ന് മോക്ക് പറയാണ്. പിന്നെന്താ നോക്കാനുള്ളത് വായോന്നും പറഞ്ഞ് കയ്യിൽ പിടിക്കുന്ന സമയത്ത് പക്ഷെ അവൻ്റെ അടുത്ത് നല്ല രീതിക്ക് സംസാരിക്കാനും മാത്രം ഞാൻ റെഡി ആയിട്ടില്ലെന്ന് ഡേ പറയാണ്. അതിന് അവൻ്റെ അടുത്ത് നല്ല രീതിക്ക് സംസാരിക്കാൻ ആര് പറഞ്ഞു? സാറ്റിസ്ഫൈ ആവുന്ന കണക്ക് നന്നായിട്ട് പോയിട്ട് ഒച്ചയെടുക്കാൻ മോക്ക് പറഞ്ഞ് ഡേനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അവിടെ ഓഗസ്റ്റിന് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അബ്രോഡിലൊരു വലിയ കോച്ചിൻ്റെ അടുത്തേക്ക് പോകുന്നതിൽ ത്രില്ലടിച്ചിരിക്കുകയാണെന്നൊക്കെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോഴാണ് ചോദിക്കുന്നത് ഡേൻ്റെ കാര്യം ആലോചിച്ച് ബാഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോന്ന്. ആദ്യമൊക്കെ അവനെ തോന്നിയായിരുന്നു. അവൻ ഞാൻ വിചാരിച്ചതിനെക്കാട്ട് സ്ട്രോങ് ഒന്നല്ല. അവൻ മൂവ് ഓൺ ആയി, എനിക്കും അതേപോലെ മൂവ് ഓൺ ആവണം എന്ന് ഓഗസ്റ്റ് പറയുന്ന സമയത്ത് നമ്മുടെ പയ്യന്മാരത് കേട്ടോണ്ട് നിൽക്കുന്നുണ്ട്. അവൻ ഭയങ്കര കൂളായിട്ടാണ് നിൽക്കുന്നത്. പോയിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്താലോ എന്ന് മോക്ക് ചോദിക്കുന്നുണ്ട്. നീ ഒരുപാട് സീരിയസ് ആണെന്നുണ്ടല്ലേ എന്ന് ഡേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോയെന്ന് ഇൻ്റർവ്യൂവേഴ്സ് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ സിംഗിൾസ് കളിക്കുമ്പോൾ പോലും എനിക്ക് ഡബിൾസ് കളിക്കുന്നവരാണ് ഫീൽ ചെയ്യാറ്. അവൻ എൻ്റെ കൂടെ എപ്പോഴും കളിക്കാനുള്ളതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ഇനി മുതൽ ഞാൻ ജയിക്കുന്ന ഏത് വിജയമാണെങ്കിലും അത് എൻ്റെത് മാത്രമല്ല ഞങ്ങളുടേതാണെന്ന് ഓഗസ്റ്റ് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഡേ ഹാപ്പി ആവുന്നുണ്ട്. അത് നോക്കി മോക്ക് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റും ഗീയും കൂടെ സംസാരിക്കുമ്പം ഇങ്ങനെ ഡേൻ്റെ അടുത്ത് പറഞ്ഞിരുന്നോന്നും പക്ഷെ അവനെ നിന്നെ കാണാൻ താല്പര്യമില്ലെന്നാ തോന്നുന്നേന്നും ഗീ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ഓഗസ്റ്റ് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്നിട്ടും നിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ, ബ്ലൈൻഡ് അല്ലേന്ന് പറഞ്ഞുകൊണ്ട് ഡേ അങ്ങോട്ടേക്ക് ഇരുന്നത്. ഡേനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. ഓഗസ്റ്റ് ആണെങ്കിൽ താങ്ക്സ് പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിൻ്റെ അടുത്ത് ഒച്ചെടുക്കാനാണ് വന്നത്, പിന്നെ നീ പറഞ്ഞൊക്കെ കേട്ടപ്പം പിന്നെ പോട്ടെന്ന് വെച്ചോന്ന് ഡേ. രണ്ടും കൂടി ഇവിടെ ഇരുന്ന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു തീർക്ക്, ഞാൻ ഇവിടെ തന്നെ നിൽക്കാന്ന് ഗീയ്. ആ സമയത്ത് ഡേ ഓഗസ്റ്റ് അവന് കൊടുത്ത ആ ഒരു ഹെഡ് ബാൻഡ് എടുത്ത് തിരിച്ച് ഓഗസ്റ്റിൻ്റെ അടുത്ത് തന്നെ കൊടുക്കുവാണ്. ഓഗസ്റ്റ് അത് ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തല്ലേ, നീ അത് തിരിച്ചു തരുവാണോ എന്നുള്ള രീതിക്ക് ഓഗസ്റ്റ് ചോദിക്കുമ്പം ഇത് ഞാൻ നിനക്ക് തിരിച്ചു തരുന്നതല്ല, ഇതുള്ളപ്പം നീ തോക്കാനേ പാടില്ല, നമ്മൾ ഒരുമിച്ച് കളിക്കുന്ന പോലെയാണെന്ന് ഡേ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പം ഓഗസ്റ്റും ഹാപ്പി ആവുന്നു. ആ ഒരു ഓടുന്ന കാര്യം ഉണ്ടല്ലോ അത് വേറൊരാളെ ഏൽപ്പിക്കാന്ന് ഓഗസ്റ്റ് പറയുമ്പം ഞാനാണോ എന്ന് ഗീ ചോദിക്കുന്നുണ്ട്. ഓഗസ്റ്റ് ആണെങ്കിൽ നേരെ നമ്മുടെ മോക്കിനെ തിരിഞ്ഞു നോക്കിയിട്ട് ആ കാര്യം നോക്കിക്കോണേന്ന് പറയുന്നുണ്ട്. ഓക്കേന്ന് മോക്ക്.
അവർ മൂന്നുപേരും ആണെങ്കിൽ ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അതും ഡേനെ കൊണ്ട് തന്നെയാണ് എടുപ്പിക്കുന്നതും. അങ്ങനെ ഹാപ്പി ആയിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് ഇവരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതും കണ്ടുകൊണ്ട് നമ്മുടെ മോക്കും ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഡേയും മോക്കും ഗീയും കൂടെ വരുന്ന സമയത്ത് ഡേയ് നമ്മുടെ സെക്കൻഡ് അടുത്ത് കോഫി മേടിക്കാനും പറഞ്ഞ് മോക്കിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അവളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, സാധാരണയായിട്ട് നീ കോഫി കുടിക്കാറില്ലല്ലോ, എന്താ എൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന്. മോക്കിന് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഗീൻ്റെ അടുത്ത് പറയുമ്പം അവളാണെങ്കിൽ അതങ്ങ് വിശ്വസിക്കുന്നില്ല. നിനക്ക് വെറുതെ തോന്നിയാവെന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അവനെന്നെ കിസ് ചെയ്തു, എന്നിട്ട് നിനക്ക് അങ്ങനെയാണോ തോന്നിയെന്ന് ഡേ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവക്കും മനസ്സിലാവുന്നത് കാര്യമുള്ളത് തന്നെയാണെന്ന്. ഡേ ആണെങ്കിൽ എന്താ ചെയ്യാന്ന് അവളുടെ അടുത്താണ് ചോദിക്കുന്നത്. വേറെന്ത് ചെയ്യാനാ, നീ ആലോചിച്ചിട്ട് എന്താണോ തോന്നുന്നത് അത് കണക്ക് ചെയ്യുന്ന അവള് പറയുമ്പം നിനക്കറിയില്ലേ, എനിക്ക് വാമായിട്ടും നൈസായിട്ടുള്ള ഒരു പേഴ്സണെയാണ് ഇഷ്ടം, മോക്കിനെപ്പോലെ ഒരു ബാഡായിട്ടുള്ള പേഴ്സണെ അല്ലെന്ന് ഡേ പറയുന്നുണ്ട്. എടാ അത് പുറത്ത് മാത്രമുള്ളതായിരിക്കും, ഉള്ളിലാള് പാവമായിരിക്കും, നിന്നെ തന്നെ എത്ര നന്നായിട്ടാണ് നോക്കുന്നേന്ന് ഗീയ്. എടി അവൻ്റെ സൈഡ് നിൽക്കാൻ വേണ്ടിയിട്ടല്ല നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്, സജഷനാണെന്ന് പറയുമ്പം ഇതിൽ വേറൊന്നും ചിന്തിക്കാനൊന്നുമില്ല. നിനക്ക് എന്താണോ തോന്നുന്നത് അത് ഓണസ്റ്റ് ആയിട്ട് അവൻ്റെ അടുത്ത് പറ, എന്നിട്ട് പുതിയൊരു കെയർ ടേക്കറെ കണ്ടുപിടിക്കാൻ നോക്ക്, അത്രേ ഉള്ളൂ, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതും എന്നവള് പറയുന്നുണ്ട്. അങ്ങനെ പയ്യന്മാർ രണ്ടും കൂടെ കാറിലിരിക്കുന്ന സമയത്ത് ഒരുമിച്ച് ഇന്നലെ രാത്രി എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. പിന്നെ കുറച്ച് സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിച്ചു എന്ന് ഡേ പറയാണ്. കുറച്ചു നേരം കഴിയുമ്പം ഞാനും നന്നായിട്ട് ആലോചിച്ചിരുന്നു എന്ന് മോക്കും. സോറി നീ എൻ്റെ ടൈപ്പ് അല്ലെന്ന് ഡേ പറയുന്ന സമയത്ത് മോക്കിനെ വിഷമാവാതിരിക്കത്തില്ലല്ലോ. ചെക്കനെ ഭയങ്കരമായിട്ട് അങ്ങ് വിഷമാവുന്നുണ്ട്. കുറച്ചേരം സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് എനിക്കത് മനസ്സിലായെന്ന് പറയുവാണ്. ജസ്റ്റ് എനിക്ക് നിൻ്റെ അടുത്തുള്ള ഫീലിങ്സ് പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, അറിയിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മോക്ക് പറയുമ്പം ഇത് ഞാൻ അറിഞ്ഞതിന് ശേഷം എല്ലാം പഴയതുപോലെ ആയിരിക്കുന്നതാണോ നീ വിചാരിക്കുന്നതെന്ന് ഡേ ചോദിക്കുന്നുണ്ട്. മോക്കിന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. കുറച്ചേരം ആലോചിച്ച് കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഞാൻ കിറ്റിയാന്ന് പറയാണ്. മടിച്ചോണ്ട് ഡേ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ അടുത്ത് ഫീലിങ്സ് ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ നീ എൻ്റെ കൂടെ വേണമെന്നാണ് എന്ന് പറയുന്നുണ്ട്. എന്തുവാ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പം കെയർ ടേക്കർ ആയിട്ടാണെന്ന് ഡേ പഴയതുപോലെ തന്നെ പെരുമാറുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. പക്ഷെ സെറ്റാക്കാൻ ശ്രമിക്കരുത് എന്ന് പ്രത്യേകിച്ച് എടുത്തും പറയുന്നുണ്ട്. ഓക്കെ എന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ മോക്ക സമ്മതിക്കുന്നുണ്ട്. ഡേ ആണെങ്കിൽ ഒന്നാമത് നെർവസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം മോക്കാണെങ്കിൽ ചെറിയൊരു കള്ളച്ചിരിയോടെ എപ്പോഴും ചെയ്യുന്ന കണക്ക് തന്നെ ഡേൻ്റെ സീറ്റ് ബെൽറ്റ് നേരിട്ട് കൊടുക്കുന്നുണ്ട്. ഡേ ആണെങ്കിൽ ആകെപ്പാടെ പേടിച്ച് നെർവസ് ആയിട്ട് എന്തുവാ നീ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം എപ്പോഴും ചെയ്യുന്ന കണക്ക് തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ട് എന്തിയാണെന്ന് മോക്ക് ചിരിച്ചോണ്ട് തന്നെ ആൻസർ കൊടുക്കുന്നുണ്ട്. ഡേ ആണെങ്കിൽ ആകെപ്പാടെ വളരെ വെളുത്താണ്ടിരിക്കുന്നത് പാവംകുട്ടി. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ നോക്കുമ്പം ഡേക്ക് ആ ഒരു റണ്ണിങ് പ്രാക്ടീസ് ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് അയോൻ്റെയും ഗേൾ ഫ്രണ്ടിൻ്റെയും കൂടെ അവിടെ വന്ന് നിന്നേക്കുവാണ്. മോക്കുണ്ട് ഇങ്ങനെ ഓഗസ്റ്റ് അബ്രോഡ് പോയതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഗീൻ്റെ കൂടെയാണ് ഓടുന്നത് എന്ന് ഡേ പറയുന്നുണ്ട്. ഞാൻ വേണം നിൻ്റെ കൂടെ ഓടണം എന്നാണല്ലോ ഓഗസ്റ്റ് എൻ്റെ കണ്ണി നോക്കി പറഞ്ഞത് എന്ന് മോക്ക് പറയുന്നുണ്ട്. നീ ഇങ്ങനെ പറയുന്നത് നിർത്തിയില്ലെങ്കിൽ എന്നെ സെറ്റാക്കാൻ നോക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുമെന്ന് ഡേ പറയാണ്. മോക്കാണെങ്കിൽ അത് കേട്ടിട്ട് ചിരിച്ചോണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഡേക്ക് ഗീൻ്റെ അടുത്ത് നിന്ന് കോൾ വരുന്നത്. അവൾക്കിന്ന് വരാൻ പറ്റില്ല എന്നാ പറഞ്ഞത് എന്ന് തോന്നുന്നു. ചിരിച്ചോണ്ടിരുന്ന ഡേൻ്റെ ഫേസ് ആകെപ്പാടെങ്ങ് മാറുന്നുണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ മോക്കിനാണെങ്കിൽ ഹാപ്പി. കോൾ കട്ട് ചെയ്തിട്ട് ഗീക്ക് വരാൻ പറ്റില്ലെന്നാ പറഞ്ഞത്, അവൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഓടാൻ കൂടുന്നില്ലെന്ന് ഡേ അയോൻ്റെ അടുത്ത് പറയാണ്. അയ്യോ അത് കഷ്ടമായി പോയല്ലോ, വായോന്നും പറഞ്ഞ് കുറേ പ്ലീസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. കെഞ്ചി ചോദിക്കുന്നുണ്ടെങ്കിലും ഡേ വേണ്ടെന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് മോക്ക് ഡേൻ്റെ അടുത്ത് പറയുന്നത്, നമ്മളെ പഴയ പോലെ തന്നെ വേണമെന്നാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഓടാം, അതിനിപ്പോൾ എന്താ കുഴപ്പം, നീ എന്നെ പഴയതുപോലെ തന്നെയാണ് കാണുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ശരിയെന്ന് ഡേയും സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് മോക്കാണെങ്കിൽ ഡേക്ക് അവൻ്റെ തന്നെ ഹെഡ് ബാൻഡ് എടുത്ത് കൊടുക്കുകയാണ്. അന്ന് ഓഗസ്റ്റിൻ്റെ കൂടെ പോയപ്പം അത് പൊട്ടിയതാണ്. അത് കീറിപ്പോയ സമയത്ത് ഓഗസ്റ്റ് ആണെങ്കിൽ പോലും ഡേൻ്റെ അടുത്ത് അത് നന്നാക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ്, അതിൻ്റെ മെറ്റീരിയൽ കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഓഗസ്റ്റിൻ്റെ തന്നെ ഹെഡ് ബാൻഡ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്തത്. പക്ഷെ നമ്മുടെ മോക്ക് നോക്കിക്കേ, അത് തന്നെ ശരിയാക്കിയിട്ട് ഡേക്ക് കൊണ്ടുവന്ന് കൊടുത്തേക്കുന്നു. അന്ന് ഷൂസിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. മോക്കിനെ പോലൊരു ബോയ് ഫ്രണ്ടിനൊക്കെ കിട്ടണമെങ്കിൽ യോഗം വേണം. ഡേ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. രണ്ടുപേരും കൂടെ ഓടുന്ന സമയത്ത് ഒരു 3 പ്രാവശ്യം ഡേ മോക്കിൻ്റെ കാലിൽ ചവിട്ടി പോകുന്നുണ്ട്. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരുമിച്ച് ഓടുന്നത്, അതുകൊണ്ട് സിങ്ക് ആവാൻ കുറച്ച് വിഷമം. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നിട്ട് ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, അതുകൊണ്ടാ സിങ്ക് ആവാത്ത എന്നുള്ള രീതിക്ക് മോക്ക് പറയുമ്പം ഞാനും ഓഗസ്റ്റും പെട്ടെന്ന് തന്നെ സിങ്ക് ആയല്ലോ എന്ന് ഡേ പറയുന്നുണ്ട്. ഇതുണ്ടോ മോക്കിന് ഇഷ്ടപ്പെടുന്നു.
അതിന് അവൻ എന്നെക്കാട്ടും ബെറ്റർ ഒന്നും അല്ലല്ലോ എന്ന് മോക്ക് പറയുന്നുണ്ട്. ഏയ് നീ ജലസായോന്ന് ഡേ ചോദിക്കുമ്പം ഇല്ലല്ലോ, ഞാൻ ജസ്റ്റ് ഒരു സത്യം പറഞ്ഞതാണെന്ന് മോക്ക്. സൗണ്ടൊക്കെ കേട്ടിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയതുപോലെ ഉണ്ടല്ലോ എന്ന് ഡേ. ആ ചെറുതായിട്ട് ഇറിറ്റേറ്റഡ് ആയതാണ്, നമ്മൾ സിങ്ക് ആവാത്തോണ്ട് എന്ന് മോക്ക്. നിന്റെ ഷൂസിലാണ് പ്രശ്നം എന്ന് പറഞ്ഞ് എണീറ്റ് പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് ഇവരുടെ ആ ഒരു പഴയ ഷൂ ഉണ്ടല്ലോ, നമ്മുടെ ചെക്കൻ തന്നെ റെഡിയാക്കി കൊടുത്ത ആ ഒരു ഷൂസ്, അത് എടുത്തിടിച്ചു കൊടുക്കാണ്. ഇനിയിപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല, അല്ലേലും പുതിയതൊരിക്കലും പഴയതിൻ്റെ അത്രയും ബെറ്റർ ആവത്തില്ലെന്ന് മോക്ക് പറയുന്നുണ്ട്. നീ ശരിക്കും ഷൂസിനെ കുറിച്ച് തന്നെയാണോ പറയുന്നതെന്ന് ഡേ ചോദിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ സെറ്റാക്കാൻ നോക്കുന്ന പോലെ തോന്നിയോന്നും പറഞ്ഞ് നമ്മളെ ചെക്കനാണെങ്കിൽ ഫ്ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നൈറ്റ് ടയേർഡ് ആയിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത്. അയ്യോ കാലുവിനെടുത്തിട്ട് മേലേന്ന് പറഞ്ഞ് ഡേ പറയുന്ന സമയത്ത് എന്നാ പിന്നെ മസാജ് ചെയ്തിട്ടിട്ടേന്ന് മോക്ക് ചോദിക്കുന്നുണ്ട്. ആ സ്വപ്നം കണ്ടിരുന്നാൽ മതി, മര്യാദയ്ക്ക് പോവാൻ നോക്കുന്ന് ഡേ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് തിരക്കാണ്. ശരി ഓക്കെ എന്നും പറഞ്ഞ് മോക്കും പോവാൻ നിൽക്കുന്നുണ്ട്. ഡോറിൻ്റെ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അയ്യോ വേദന എടുക്കുന്നതെന്ന് പറഞ്ഞ് കാറി കൂവാണ് ഡേ. നല്ല വേദനയുണ്ട്. മോക്കാണെങ്കിൽ അടുത്ത് വന്നിരുന്നിട്ട് അത് മസാജ് ചെയ്ത് കൊടുക്കാണ്ട് ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ കല മസാജ് ചെയ്ത് തരുവാണെങ്കിൽ ലൈൻ ക്രോസ് ചെയ്യുന്ന കണക്കാണോന്നും പറഞ്ഞിട്ട് അയ്യോ ഒന്ന് മസാജ് ചെയ്തായോ എന്ന് ഡേ അങ്ങനെ മസാജും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്തൊരു പ്രത്യേക ഫീലോടുകൂടിയാണ് മോക്ക് ഡേനെ നോക്കുന്നത്. അങ്ങനെ മസാജൊക്കെ ചെയ്ത് കുറച്ചേരം അങ്ങനെ നോക്കിയിട്ട് ഡേ എന്താ പറയുക ഞാൻ പോട്ടെ, ഇനിയിപ്പം വെറുതെ ഓടിച്ച് പിടിപ്പിക്കാനുള്ള നേരം ആക്കണ്ടല്ലോ എന്ന് പറയുവാണ്. ചിക്കൻ പോവാൻ നിൽക്കുന്ന സമയത്ത് കൈ പിടിച്ചിട്ട് ലാസ്റ്റ് തുലിങ്ത്ത് വായിച്ചു തരുമോന്ന് ഡേ. എൻ്റെ വർക്ക് ടൈം കഴിഞ്ഞു, പിന്നെ എൻ്റെ ബോസ് കുറച്ച് നല്ല രീതിക്ക് പ്ലീസ് ഒക്കെ ചെയ്ത് ചോദിക്കുവാണെങ്കിൽ ആലോചിക്കാം ചെയ്യാന്ന് മോക്ക്. ഡേയും അത്യാവശ്യം ചിരിച്ചോണ്ട് തന്നെ പ്ലീസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. മോക്കും ചിരിച്ചോണ്ട് തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. മോക്ക് അങ്ങനെ ബുക്ക് വായിക്കാൻ തുടങ്ങാണ്. മീക്ക് ആ ഒരു സൂര്യോളി കിട്ടിയതിന് ശേഷം നല്ലൊരു ഹോപ്പ് കിട്ടിയെന്നാണ് ആ ബുക്കിൽ ആ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് നമ്മളെ പയ്യന്മാര് ഓടിയതൊക്കെ കാണിക്കുന്നുണ്ട്. ഡേ ഓടിനെ നോക്കിയിട്ട് മോക്ക് അത്രത്തോളം ഹാപ്പി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ദിവസം വീട്ടിലിരിക്കുന്ന സമയത്ത് കാലുവനെടുക്കുന്നു മസാജ് ചെയ്താന്ന് ഡേ പറയുന്നുണ്ട്. മോക്കത് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കാലില് ചെറുതായിട്ട് വേദനിപ്പിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് പയ്യന്മാർ രണ്ടും കൂടെ നിൽക്കുന്നത് നമ്മുടെ നൈറ്റ് നോക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവർ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ചെറുതായിട്ടൊന്ന് തെന്നി വീഴാൻ പോകുന്നുണ്ട്. എന്നാലും മുന്നത്തേനെക്കാട്ടും നന്നായിട്ട് ബെറ്റർ ആയിട്ട് തന്നെയാണ് ഓടുന്നത്. അതിൻ്റെ സന്തോഷം രണ്ടുപേർക്കും ഉണ്ട്. കറക്റ്റ് ടൈമിന് അവർ ഓടി തീർക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ വീട്ടിൽ പോയിട്ട് പിന്നെയും ബുക്ക് വായിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നും പറഞ്ഞ് ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ചോദിക്കുമ്പോഴേക്കും ഡേ ആണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ട്. ഡേ ഡേ എന്ന് പറഞ്ഞ് കുറേ പ്രാവശ്യം വിളിക്കുന്നുണ്ട്. നീ ഉറങ്ങിയിട്ടില്ലല്ലോ, ഉറങ്ങിയാൽ നീ കൂർക്ക വിളിക്കുന്നതാണ് എനിക്കറിയാം, മര്യാദയ്ക്ക് എണീക്ക് അഭിനയിക്കാതെന്നൊക്കെ കുറേ പറയുന്നുണ്ടെങ്കിലും ഡേ ഡേ എന്ന് പിന്നെയും ഒരുപാട് വിളിക്കുന്നുണ്ടെങ്കിലും ഡേ എണീക്കുന്നില്ല. ഓ അപ്പം നീ ശരിക്കും ഉറങ്ങിയെന്നാണല്ലോ തോന്നുന്നത്. അപ്പം ഞാൻ വീട്ടിൽ പോവാണെന്നും പറഞ്ഞ് എണീക്കുന്നുണ്ട്. എണീറ്റ പയ്യൻ അതേപോലെ തന്നെ കടന്നിട്ട് ഇപ്പം നീ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കത്തില്ലല്ലോ എന്ന് ഭയങ്കര ഫീലായിട്ട് പറയുന്നുണ്ട്. ആളിപ്പോൾ ഭയങ്കര ഫീലായിട്ട് മനസ്സിലുള്ളതൊക്കെ കൊട്ടി തീർക്കെന്നും പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുമ്പം സ്വീറ്റ് ഡ്രീംസ് ആണ് പറയുന്നത്. ആ ഒരു സ്വീറ്റ് ഡ്രീംസ് ഭയങ്കര ഫീലിങ്സ് ഒക്കെ കലർന്ന് പറയുന്നത് കൊണ്ട് തന്നെ കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. സ്വീറ്റ് ഡ്രീംസും പറഞ്ഞ് ഡേൻ്റെ തലയിലൊന്ന് തലോടിയിട്ട് മോക്ക് അവിടെ നിന്ന് പോകുന്നു. അത് കഴിയുമ്പം ഡേ ആണെങ്കിൽ മോക്ക് പോയ വടങ്ങ് എണീക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് സ്മൈൽ ചെയ്യുന്നു. ആ ചെക്കന് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പം പയ്യനാണെങ്കിൽ ഭയങ്കരമായിട്ടൊക്കെ ഹാപ്പി ആയിട്ട് ചിരിക്കുവാണ്. നാണം വരുന്നൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ടാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ ഡേക്കും മോക്കിന് ഇഷ്ടമാണോ എന്നൊരു തോന്നല്. അന്നാണേലും മോക്ക് ഉറങ്ങുന്ന സമയത്ത് ഡേ മോക്കിനെ കാണാൻ വേണ്ടിയിട്ട് കൈയൊക്കെ വെച്ച് അടുത്ത് വന്ന് നോക്കിയിരുന്നല്ലോ. പയ്യന്മാർ രണ്ടും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് കാണുന്നത്. അയോനും അവൻ്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട് അവിടെ. രണ്ടുപേരും പെട്ടെന്ന് വന്നിട്ടുണ്ട്. നാളെയാണ് കോമ്പറ്റീഷൻ ഉള്ളത്. ഇവരെ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് ഡേൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ആ ഒരു ഇവൻറ്റ് നടക്കുന്ന സ്ഥലം. രാവിലെ 5 മണിക്ക് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ അടുത്തെവിടെയെങ്കിലും താമസിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് അയോൻ പറയുന്നുണ്ട്. പക്ഷെ അടുത്തുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ ഫുള്ളായിരിക്കും എന്നവർ പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലം അറിയാമെന്ന് മോക്ക് പറയുന്നുണ്ട്. ജസ്റ്റ് ആ സ്ഥലത്ത് നിന്ന് ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോയാൽ മതിയെന്ന്. അഫ്കോഴ്സ് നമ്മൾ വിചാരിച്ച കണക്ക് തന്നെ അത് മോക്കിൻ്റെ വീടാണ്. കൂട്ടിയിട്ട് പോയിട്ട് പുറത്ത് നിന്ന് രണ്ടും കൂടെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് എടാ ഒന്ന് വാടാ വിശന്നിട്ട് വരാമെന്നും പറഞ്ഞ് പൂജയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അകത്ത് പോയിട്ട് കഴിക്കാനും ഇരിക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെറിയ പാത്രമാണ്
തിന്നായിട്ടുള്ള സ്പൂണാണെന്നൊക്കെ മോക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ എപ്പോഴും ക്ലോക്കിൻ്റെ രീതിക്കാണല്ലോ ഓരോ സാധനങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് എന്നറിയാം. അതേപോലെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കഴിക്കുന്ന സമയത്ത് നിൻ്റെ കുക്കിംഗ് സ്കില്ലൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടല്ലോ. ശരിക്കും നീ ഡേനെ നോക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്, അതോ കുക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണോ, ഷെഫ് ആവാൻ വേണ്ടിയിട്ടാണോ എന്ന് പൂജയെ ചോദിക്കുകയാണ്. പിന്നല്ലാതെ ഷെഫിൻ്റെ മോൻ്റെ അടുത്ത് നിന്നല്ലേ ഞാൻ പഠിക്കുന്നത്. അതുമാത്രമല്ല ഡേ എനിക്ക് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ തരാറുണ്ട് എന്ന് നമ്മുടെ ചെക്കനും പറയുന്നുണ്ട്. ആ സമയത്ത് പൂജയെ ഡേൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് ഒരുപാട് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും ഇഷ്ടം അല്ലേന്ന്. അങ്ങനത്തെ വിഷയമൊന്നുമില്ല, അതൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡേ ഇരിക്കുന്നത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഈ ബാഡായിട്ടുള്ള പയ്യന്മാരെയൊക്കെ ഇഷ്ടമാണോ എന്ന്. അതിന് ആൻസർ അറിയാൻ വേണ്ടിയിട്ട് ഡേ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവന് വാമും നൈസായിട്ടുള്ള ആളാണ് ഇഷ്ടം എന്ന് മോക്ക് തന്നെ പറയുന്നുണ്ട്. അത്ര വാമായിട്ടുള്ള ആളല്ലെങ്കിലും ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ് എന്ന് മോക്ക് ഓക്കെയാണെന്നുള്ള രീതിക്ക് ഡേ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് മോക്കിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആള് കാര്യമായിട്ടിരുന്ന് ചിരിക്കുകയാണ്. ഇത് കാണുന്ന പൂജയാണെങ്കിൽ നീ ചിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ ചിരിച്ചൊന്നുമില്ലെന്ന് മോക്ക്, നീ ചിരിച്ചോന്നവള്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഡേക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ മാങ്ങ എടുത്ത് പൂജ വരുന്നുണ്ട്. നമ്മുടെ ചെക്കനോടെ അകത്ത് ക്ലീൻ ചെയ്യാണ്. ഡേക്ക് മുല്ല മണക്കുന്നുണ്ട്. അത് പറയുന്ന സമയത്ത് ഇവിടെ ഉണ്ട് മോക്ക് കുറച്ചായിട്ടുള്ളത് നട്ടിട്ട് എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഡേക്ക് മനസ്സിലാവുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് മോക്ക് നട്ട് വെച്ചത്. ആള് ഹാപ്പി ആയിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട്. നമ്മുടെ പൂജയെ പ്രഗ്നൻ്റ് ആണല്ലോ, ആ ഒരു കാര്യം മോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ നിനക്ക് ഫീൽ ചെയ്യണമെന്നും ചോദിച്ച് ഡേൻ്റെ കൈയെടുത്ത് അവളുടെ വയറ്റിലേക്ക് വെക്കുന്നുണ്ട്. ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അവരുടെ വയറിലേക്ക് കൈ വെക്കുമ്പം ഒരു പ്രത്യേക ഫീലാണത്. അത് ഡേക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡേൻ്റെ അമ്മയും ഇതുപോലെ സിംഗിൾ മദർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡേ ചോദിക്കുന്നുണ്ട് കൊച്ചിന് പേര് കണ്ടുപിടിച്ചോന്ന്. മീനിടാന്ന് വിചാരിക്കുന്നേന്ന് അവളും പറയുന്നു. ലാസ്റ്റ് തുലിംഗത്തിലെ മെയിൻ ക്യാരക്ടറിൻ്റെ പേര് അതാണല്ലോ, അതേപോലെ വേണമെന്നാണ് എന്നവൾ പറയുന്നുണ്ട്. നിങ്ങൾക്കും അതറിയാവോന്ന് ഡേ ഭയങ്കര അത്ഭുതത്തോടെ ചോദിക്കുമ്പം എങ്ങനെ അറിയാതിരിക്കും, മോക്ക് എല്ലാ ദിവസവും ഇവിടെ ബുക്ക് കൊണ്ടുവരാറുണ്ട്, നിനക്ക് വായിച്ചിരുന്നതിന് മുന്നേ അവൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട് എന്ന് അവൾ പറയാണ്. പണ്ടൊക്കെ മോക്ക് ബുക്ക് കാണുമ്പോഴേക്കും തന്നെ ബുക്കിൻ്റെ പുറംചട്ട ഉണ്ടാൽ മതി, അപ്പോഴേക്കും തന്നെ ഉറങ്ങുന്ന ആളാണ്. ഇതറിഞ്ഞിട്ട് കുറച്ച് ഫീൽ ചെയ്ത് പറയുന്നുണ്ട്. അവനെ കൊണ്ട് ഒരേ ഒരാൾക്ക് മാത്രമേ വായിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന്. റങ്ങാണെന്ന് പറയാണ്. അവൻ്റെ ചേച്ചിയാണ് നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം മരിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഡേ. എന്നിട്ട് കൂടുതലായിട്ട് റങ്ങിനെ കുറിച്ച് പറയുമെന്ന് ചോദിക്കുകയാണ്. പിന്നത്തെ സീനിൽ ഡേ ഒറ്റയ്ക്കാണ്. അങ്ങോട്ടേക്ക് മോക്ക് വരുന്നുണ്ട്. പൂജ എന്തിയെന്ന് ചോദിക്കുമ്പം തണുപ്പ് വേണ്ട അകത്ത് പറഞ്ഞു വിട്ടു എന്ന് ഡേ. അവൾ എന്നെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറയായിരുന്നു എന്ന് മോക്ക് ചോദിക്കുന്നുണ്ട്. ഇല്ല റങ്ങിനെ കുറിച്ച് പറയായിരുന്നു എന്ന് ഡേ. ശരിക്കും പറഞ്ഞാൽ നിൻ്റെ അടുത്ത് പറയാതിരിക്കണം എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ സീക്രട്ട് ആക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ അവളെക്കുറിച്ച് പറയാത്തത്. അവളെക്കുറിച്ച് ആരും മോശമായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മോക്ക് പറയുന്നുണ്ട്. അതിന് അവൾ നല്ലൊരു പെണ്ണാണെന്നാണ് ഡേ പറയുന്നത്. ചിരിച്ചുകൊണ്ട് തന്നെ മോക്ക് ചോദിക്കുന്നുണ്ട് അങ്ങനെ തോന്നാനും മാത്രമുള്ള കാര്യം എന്താണെന്ന്. ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാ സ്ഥലത്തും തന്നെ ഭയങ്കര വാമായിട്ട് ഫീൽ ചെയ്തു എന്ന് ഡേ പറയുമ്പം ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ട് മോക്ക് പറയുന്നുണ്ട് റങ്ങാണ് ഈ ഒരു വീട് തിരഞ്ഞെടുത്തേന്ന്. അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് മോക്ക് ഡേൻ്റെ കൈ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് അവൻ്റെ കൈയും കൂടെ അടുപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പാടെ ഡേ കൈ എടുക്കുന്നുണ്ട്. മോക്ക് ഡേനെ നോക്കി ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് പിന്നെയും അടുപ്പിച്ച് തന്നെ കൈ വെക്കുവാണ്. ആ സമയത്ത് ഡേ കൈ മാറ്റുന്നൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ കടക്കാൻ നിൽക്കുന്ന സമയത്ത് ഡേ പറയുന്നുണ്ട് നിനക്ക് ഞാൻ വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണോ എന്ന് ഒരു തോന്നലുണ്ട് എന്ന്. എന്താ നീ എന്നെക്കുറിച്ച് വറീഡാണോ എന്ന് മോക്ക് ചോദിക്കുമ്പം നിന്നെക്കുറിച്ച് വറീഡായിട്ടൊന്നുമല്ല, നാളെ ഓടുന്ന സമയത്ത് നിനക്ക് എനർജി ഇല്ലാണ്ടായി പോയാലോ എന്ന് ആലോചിച്ചിട്ടാണെന്ന് ഡേ. നല്ല ചൂടായോണ്ട് മോക്ക് ഡേക്ക് വേണ്ടിയിട്ട് തിന്നായിട്ടുള്ള ബ്ലാങ്കറ്റൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് സ്മെല്ല് ചെയ്തിട്ട് ഇത് നിൻ്റെതാണെന്ന് എനിക്ക് ഉറപ്പാണെന്ന് ഡേ. അതെങ്ങനെയാണ് നിനക്ക് മനസ്സിലായി എന്ന് ചോദിക്കുമ്പം നല്ല പരിചയമുള്ള സ്മെല്ലാണെന്ന് പറയുന്നു. അപ്പം നിനക്ക് എൻ്റെ സ്മെല്ലൊക്കെ അറിയാമല്ലേ, എന്താണ് എന്നെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് മോക്ക് ചോദിക്കുമ്പം അതെ ഇന്ന് രാത്രി തന്നെ നിന്നെ ഫയർ ചെയ്യണോ അതോ പിന്നത്തേക്ക് വെക്കണോ എന്നാണ് ആലോചിക്കുന്നതെന്ന് ഡേ. മോക്കാണെങ്കിൽ എപ്പോഴത്തെ പോലെ തന്നെ വെള്ളത്തിൽ ജാസ്മിൻ ഇട്ടിട്ട് അത് നമ്മുടെ ചെക്കനെ മണക്കാൻ കൊടുക്കുന്നുണ്ട്. ഡേനെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട്. അവനും ഭയങ്കര കാര്യമായിട്ട് അതൊക്കെ സ്മെല്ല് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിനക്കൊന്ന് സ്മെല്ല് ചെയ്യണമെന്ന് ചോദിച്ച് മോക്കിൻ്റെ അടുത്തേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മോക്കാണെങ്കിൽ ആ ഒരു പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് ഡേൻ്റെ കയ്യിൽ എന്നെ പിടിച്ച് അത് സ്മെല്ല് ചെയ്ത് നോക്കുകയാണ്. ഡേക്കാണെങ്കിൽ സംതിങ് ഫീൽ ആവുന്നുണ്ട്.
ഇത് നമ്മുടെ മോക്കിന് കാണാലോ. ആളാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ടാണ് ഡേനെ നോക്കിയിരിക്കുന്നതും. അങ്ങനെ പയ്യന്മാർ ഉറങ്ങി കുറച്ച് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുട്ടീനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ സൗണ്ട് കേൾക്കാണ്. സെറ്റ് ആവാത്ത ലൈൻ്റെ അടുത്ത് ഇറങ്ങി ഈ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പം എങ്ങനെ ഉണ്ടാവും? ഫീ, നിന്റെ വീടിന്റെ ചുമരിന് കട്ടി തീരെ കുറവാണെന്ന് ഡേയ്. എന്താ ചെയ്യാ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിന്റെ ബോയ് ഫ്രണ്ട് വല്ലപ്പോഴാണ് വരിക, അതുകൊണ്ടാണ് നൈറ്റ് ഓർത്ത് ഇങ്ങനെയെന്ന് നമ്മുടെ സെക്കൻഡ്. മോക്കാണെങ്കിൽ നീ കുട്ടിയാണ്, ഇതൊന്നും കേൾക്കണ്ടെന്നും പറഞ്ഞ് ഡേന്റെ ചെവി കുത്തിപ്പിടിക്കാണ്. നീയും കേൾക്കാൻ പാടില്ലെന്നും പറഞ്ഞ് തിരിച്ച് ഡേയും മോക്കിന്റെ ചെവി കുത്തിപ്പിടിക്കാൻ നോക്കുമ്പം ഞാൻ വലുതാണ് എനിക്ക് കേൾക്കാമെന്നും പറഞ്ഞ് മോക്ക് ചെവി അടച്ചടിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് രണ്ടുപേരും കൂടെ അയോന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഹായ് പറയുന്ന സമയത്ത് അയോൺ സൗണ്ട് കേട്ടിട്ട് എന്നെ കണ്ടുപിടിക്കുന്നുണ്ട് ഡേ ഉറങ്ങിയിട്ടില്ലെന്ന്. എങ്ങനെ ഉറങ്ങാനാ? ഇന്നലെ മോക്കിന്റെ നെയ്ബേഴ്സ് രാത്രി മൊത്തം ബാംബാമായിരുന്നു പരിപാടിന്ന്. ഡേയ് ബാംബാമോ? ശരിക്കും? ആ അതേ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഇവരാരോ ഫോട്ടോ എടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ നൈറ്റ് ആണ്. ഇത് കണ്ടോണ്ടിരുന്ന പൂജയെ ചോദിക്കുന്നുണ്ട് നീ എന്തോ ചെയ്യുന്നീന്ന്. ജസ്റ്റ് ഫോട്ടോ എടുക്കാണ്, അവനെ ഫ്യൂച്ചറിൽ അങ്ങനെ കാണണമെന്ന് തോന്നിയാലോ എന്ന് നൈറ്റ്. അതിന് ഈ സൈക്കോസ് ആൾക്കാരുടെ ഫോട്ടോസ് എടുക്കുന്ന എന്തിനാ? അവിടെ പോയിട്ട് അടുത്തുനിന്ന് എടുക്കാലോ എന്ന് അവള്. ഇല്ല വേണ്ട, അതവനെ ഡിസ്ട്രാക്ട് ചെയ്യത്തേ ഉള്ളൂന്ന് നൈറ്റ്. അവള് വയറിനെ തലോടുന്ന സമയത്ത് നൈറ്റ് ഒരുമാതിരി നോക്കുന്നുണ്ട്. ഏയ് ഇത് നീ വിചാരിക്കുന്ന കണക്കല്ല, ഇതെന്റെ എക്സിന്റെ ആണ്, അവൻ എന്നെ പറ്റിച്ചിട്ട് പോയെന്ന് അവള്. ഇപ്പൊ സിംഗിൾ ആണെന്ന് പറയാണ്. അവൻ നോക്കുന്ന കണ്ടിട്ട് ചുമ്മാ പറഞ്ഞാണെന്ന് പറയുന്നു. ഇവര് തമ്മിൽ സെറ്റ് ആവുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കും. ഇവിടെ മോക്ക് രജിസ്റ്റർ ഒക്കെ ചെയ്ത് ഡേക്ക് നമ്പറൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഡേ ചോദിക്കുന്നുണ്ട് എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോന്ന്. നിന്റെ റൈറ്റില് 2 പിള്ളേരോടെ നിൽക്കുന്നുണ്ട്, അതും അവരുടെ ഫാമിലിൻ്റെ കൂടെ. നിന്റെ ലെഫ്റ്റ് ഒരു ആൻറ്റി അങ്കിളും വാമപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നിന്റെ ബേക്കിലാണെങ്കിൽ നമ്മളെപ്പോലൊരു കപ്പിൾ ഉണ്ട് എന്ന് മോക്ക്. പിന്നെ നിന്നെ നോക്കുന്നത് ഒരേ ഒരാളാണ്, അത് ഞാനാണെന്ന് നോക്ക്. ചെക്കൻ ഫ്ലേർട്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് പഠിച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് മോക്ക് ഡേക്ക് വേണ്ടിയിട്ട് വെള്ളവും പഴവും മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ മുട്ടേനെ കാണുന്നുണ്ട്. നിന്റെ കാറിൻ്റെ അടവൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മോക്കിൻ്റെ അടുത്ത് ചോദിക്കുമ്പം ഇതുവരെയ്ക്കും തീരുമാനിച്ചിട്ടില്ലെന്നാണ് മോക്ക് പറയുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഗ്യാരേജിൽ ഒരു ഹെഡ് മെക്കാനിക്കിന് വേണം, നിനക്ക് ഈ ഒരു കെയർ ടേക്കർ ജോബ് മടുത്തു തോന്നുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോരേന്ന് മുട്ട പറയുമ്പം ശരി ഓക്കെ എന്ന് മോക്കും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഡേ ഇരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ആകെപ്പടെ ഇത് കേട്ടിട്ട് അപ്സെറ്റായാണ് കാണാൻ തോന്നുന്നത്. എല്ലാവരും കൂടെ ഓടാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മോക്ക് ഡേൻ്റെ അടുത്ത് റെഡിയാണോ എന്ന് ചോദിച്ച് തോളി തൊടുന്നുണ്ട്. ആ കൈ അങ്ങ് തട്ടി മാറ്റുവാണ്. റിബണിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കൈ എടുക്കുന്ന സമയത്ത് അതിനും സമ്മതിക്കുന്നില്ല. ആളെന്തിനോ ദേഷ്യത്തിലാണെന്ന് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്തോ കാര്യം മോക്കിന് മനസ്സിലാവുന്നില്ല. ഇതേ സമയത്ത് നൈറ്റും പൂജയാണെങ്കിൽ അവിടെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണല്ലോ. നീ ഫോട്ടോ എടുത്തോ, ഞാൻ വീഡിയോ എടുത്തോളാം. നിന്റെ ചാറ്റ് ഐ ഡി ആയോ, ഞാൻ വീഡിയോസ് അയച്ചു തരാമെന്ന് പൂജയും നൈറ്റിൻ്റെ അടുത്ത് അറിയാണ്. ഏയ് നീ എൻ്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാണോ എന്ന് നൈറ്റ് ചോദിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ആണല്ലോ, ശരിക്കും ഫ്ലേർട്ട് ചെയ്യാണല്ലോ. എന്നാലും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പം ചുമ്മാ ചോദിച്ചാണെന്ന് നൈറ്റ്. ഇവിടെ നമ്മുടെ പയ്യന്മാർ ഓടാനും തുടങ്ങുന്നുണ്ട്. പക്ഷെ അപ്പോഴാണേലും ഡേ പതിയാണ് ഓടുന്നത്. അവൻ മൊത്തത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആണ് എന്ന് മോക്കിനും മനസ്സിലാവുന്നുണ്ട്. ഓടുന്ന സമയത്ത് അവിടെ വെള്ളം ഇരിപ്പുണ്ട്, അത് വേണമെന്ന് ചോദിച്ചിട്ട് അതിന് പോലും റിപ്ലൈ ഡേ കൊടുക്കുന്നില്ല. വീഴാൻ പോകുന്ന സമയത്ത് രണ്ടുപേരും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണേലും മോക്ക് നീ ഓക്കെ ആണെന്ന് ചോദിച്ച് മേത്ത് കൈ വെക്കുന്ന സമയത്ത് ആ കൈയും തട്ടി മാറ്റുവാണ്. നിനക്ക് എന്തോ പ്രശ്നമെന്ന് മോക്ക് ചോദിക്കുന്നുണ്ട്. പറഞ്ഞാലല്ലേ ഇത് അറിയാൻ പറ്റുള്ളൂ. ഞാൻ എന്നെ തന്നെ നോക്കാൻ തയ്യാറാവുകയാണ്, നീ എന്നെ വിട്ട് പെട്ടെന്ന് പോവാൻ പോവല്ലേ എന്ന് ഡേ പറയാണ്. ഏയ് നീ എന്തിനിപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുന്നതെന്ന് മോക്ക് ചോദിക്കുമ്പം നീ ആ ഒരു കാറിന് വേണ്ടിയിട്ടല്ലേ വന്നത് എന്ന് ഡേ പറയാണ്. അതെ അത് ശരിയാണ്, പക്ഷെ അങ്ങനെയല്ലെന്ന് മോക്ക് പറഞ്ഞു വരുമ്പോഴേക്കും അത് നിന്റെ റൈറ്റാണ്, ഞാൻ ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ലെന്ന് ഡേ പറയാണ്. ചെക്കനാണെങ്കിൽ മോക്ക് തന്നെ വിട്ടിട്ട് പോകാന്നുള്ള വിഷമം. പാവൻകുട്ടി. ഡേ ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്ന് മോക്ക്. പക്ഷെ ഡേ ആണെങ്കിൽ പിന്നെയും അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് നിൽക്കുവാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് അയോനും അവൻ്റെ ഗേൾ ഫ്രണ്ടും വരുന്നത്. ഇവരുടെ അടുത്ത് ഓക്കെയാണെന്ന് ചോദിച്ച് അവരവിടുന്ന് പോകുന്നുണ്ട്. പോയി കഴിയുമ്പം ശരി ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് ആദ്യം ഇത് ഫിനിഷ് ചെയ്യാമെന്ന് ഡേയും പറയുന്നു. രണ്ടുപേരും കൂടെ ഓടുന്നുണ്ട്. പക്ഷെ മോക്ക് മുന്നിലും ഡേ പുറകിലുമായിട്ടാണ് ഓടുന്നത്. അത് മോക്കിനെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മീ എത്രയൊക്കെ സ്പീഡിൽ ഓടിയിട്ടും സൂര്യൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ലെന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ലാസ്റ്റ് തുലിങ്ത്തിൻ്റെ വോയിസ് ഓവർ മോക്ക് വായിക്കുന്നതായിട്ടും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഓടിയിട്ട് ഒരു 50 മീറ്റർ മാത്രമേ ഉള്ളൂ ഇനി ഫിനിഷിംഗ് ലൈന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അവിടെ നിർത്തിയിട്ട് ഡേ പറയുന്നു ഈ ഒരു ഗെയിം കളിക്കാൻ ഇനിയും ഞാൻ തയ്യാറല്ല. ക്രോസിംഗ് ലൈനെ കഴിഞ്ഞാൽ അപ്പാടെ തന്നെ ഞാൻ നിൻ്റെ അടുത്ത് ബോയ് ഫ്രണ്ട് ആവാൻ ചോദിക്കുന്നു പറഞ്ഞ് മോക്കോടാണ്. പക്ഷെ ഡേ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓടുന്നത്. കറക്റ്റ് ഫിനിഷിംഗ് ലൈനിൽ എത്തുന്ന സമയത്ത് ഡേ അവിടെ നിൽക്കുകയാണ്.
മോക്കിനാണേലും ഒന്നും മനസ്സിലാവുന്നില്ല. അതേ കണക്കിനാണ് പൂജയും നൈറ്റ് നിൽക്കുന്നത്. അവർക്ക് ഇവരെന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തുവാ സംഭവം എന്ന് മോക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് ഡേ ആണെങ്കിൽ ആ ഒരു ഹെഡ് ബാൻഡിൽ നിന്നും കൈയെടുക്കുവാണ്. അപ്പോൾ മോക്കിന് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമാവുന്നുണ്ട്. ആ ഒരു ഫിനിഷിംഗ് ലൈന് ക്രോസ് ചെയ്താലല്ലേ ബോയ് ഫ്രണ്ട് ആവുമോ എന്ന് ചോദിക്കുന്നു പറഞ്ഞത്. കറക്റ്റ് അവിടെ തന്നെ എത്തുമ്പം നിൽക്കുവാണല്ലോ ഡേ ചെയ്തത്, ക്രോസ് ചെയ്തിട്ടില്ല. അതിൻ്റെ വിഷമാണെന്ന് തോന്നുന്നു. ഡേ ആണെങ്കിൽ കുറച്ചേരം അങ്ങനെ നിന്നിട്ട് ആ ഒരു ലൈൻ സ്വന്തമായിട്ട് അങ്ങ് ക്രോസ് ചെയ്ത് മോക്കിൻ്റെ അടുത്തേക്ക് വരികയാണ്. മോക്കിനാണെങ്കിലോ ഭയങ്കര സന്തോഷം. ഡേനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അതിനുശേഷം നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആവുമോ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ലൈൻ ക്രോസ് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ശരി, നിൻ്റെ ബോയ് ഫ്രണ്ട് ആയിട്ടിരിക്കാന്ന് ഡേ. മോക്കിനാണെങ്കിൽ അത്രത്തോളം സന്തോഷം. ഇവരിങ്ങനെയൊക്കെ നിൽക്കുന്ന കണ്ടിട്ട് അവിടെ പൂജയാണെങ്കിൽ തുള്ളി ചാടുന്നുണ്ട്, നിങ്ങൾ പൊളിയാണെന്നും പറഞ്ഞുകൊണ്ട്. അവർ ജയിച്ചോണ്ടാണോ അതോ വേറെ എന്തെങ്കിലും മനസ്സിലായോണ്ടാണോ എന്തോ. ഇവിടെ നൈറ്റ് ഇവരുടെ ആ ഒരു മൊമെന്റ് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് പൂജ അത് മേടിച്ചിട്ട് നീ അവിടെ നിൽക്ക്, 3 പേരുടെയും കൂടെ ഫോട്ടോ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് അവള് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നാ പിന്നെ ശരി ഞാൻ പോട്ടേന്നും പറഞ്ഞ് നൈറ്റ് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പം നീ പോവാണോ അവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്തിട്ട് പോവാന്ന് പൂജ പറയുന്നുണ്ട്. എന്തിനാ വെറുതെ അതുങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് വീലായിട്ട് നിൽക്കുന്നേന്ന് നൈറ്റ്. അപ്പം നിനക്ക് അവരുടെ കാര്യം അറിയാവോന്ന് അവള്. പിന്നെ ഇല്ലാതെ അവരുടെ കളി കണ്ടിട്ടുണ്ടേല് ആർക്കാണെങ്കിലും പറയാൻ പറ്റുന്ന നൈറ്റ്. അതും ശരിയാണെന്ന് അവള്. എന്നാ പിന്നെ ശരി ഞാനും പോവാണെന്ന് പറഞ്ഞ് അവള് പോവാൻ നിൽക്കുന്ന സമയത്ത് അവളുടെ അടുത്ത് നൈറ്റ് ചോദിക്കാണ്, നീ അങ്ങോട്ടേക്കാ പോകുന്നത്, ഞാൻ കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കാണ്. നേരത്തെ നൈറ്റ് ചോദിച്ച കണക്ക് തന്നെ എന്താണ് നീ എൻ്റെ കൂടെ ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുകയാണോ എന്ന് അവള് ചിരിച്ചോണ്ട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പാടെ തന്നെ തമാശ പറഞ്ഞാണെന്നും പറയുന്നുണ്ട്. എന്തായാലും രണ്ടാളും നല്ല ജോഡിയാണ്. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവര് ഒരുപാട് ഫുഡ് കഴിക്കും, നീ അതിന് പേ ചെയ്യാൻ ഏബിൾ ആണോ എന്നും ചോദിച്ച് അവള് പോവാണ്. പുറകെ തന്നെ ചിരിച്ചോണ്ട് നൈറ്റും പോകുന്നുണ്ട്. നമ്മുടെ പയ്യന്മാർ അവിടെ ഇരിക്കുന്ന സമയത്ത് ഡേ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് മോക്ക് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കുറച്ച് കുടിച്ചിട്ട് നല്ല റിഫ്രഷിങ് ആണെന്ന് പറഞ്ഞ് മോക്കിൻ്റെ അടുത്തേക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് കുടിച്ചിട്ട് ഞാൻ വെറുതെ ലൈൻ ക്രോസ് ചെയ്യുന്നില്ലെന്ന് മോക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഓർക്കുന്നത് രണ്ടുപേരും ഇപ്പോൾ ബോയ് ഫ്രണ്ട്സ് ആണല്ലോ എന്ന്. എൻ്റെ ബോയ് ഫ്രണ്ട് ഇങ്ങനെ തന്ന സ്ഥിതിക്ക് ഞാൻ കുടിക്കാതിരിക്കുന്നില്ലെന്ന് പറഞ്ഞ് അത് മേടിച്ച് കുടിക്കുന്നുണ്ട്. അപ്പോഴാണ് രണ്ടുപേരും ആലോചിക്കുന്നത് അയോൻ എവിടെ പോയെന്ന്. ഇവർക്ക് മുന്നേ തന്നെ വന്നതാണല്ലോ. ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പം അവിടെ അപ്പുറത്തായിട്ട് ഭയങ്കരമായിട്ട് ഒച്ച കേൾക്കുന്നുണ്ട്. നോക്കുമ്പം അവിടെ അയോൻ ഗേൾ ഫ്രണ്ടിന് പ്രപ്പോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഡേക്കാണെങ്കിൽ അവിടെ എന്താ നടക്കുന്നതെന്ന് ഭയങ്കര ആരവം. അപ്പം മോക്ക് ഡേനെ പിടിച്ച് നേരെ തിരിച്ചു നിർത്തിയിട്ട് അയോൻ മുട്ടുകുത്തിയിരുന്നു. റിംഗ് ബോക്സ് എടുത്തു, അത് തുറന്ന് ഗേൾ ഫ്രണ്ടിൻ്റെ കയ്യിലേക്ക് പിടിച്ച് അത് ഇട്ടുകൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അയോൻ എന്താണോ അവിടെ ചെയ്യുന്നത് അതേപോലെ മോക്ക് ഇവിടെ ഡേക്ക് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് ആ പയ്യന്മാരുടെ എൻഗേജ്മെൻ്റ് ആയിട്ട് കണക്കാക്കാം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെയാണെങ്കിൽ കിസ് ചെയ്യുന്ന ഒച്ചെടുക്കുന്ന സമയത്ത് അത് ഞാൻ ചെയ്യണമെന്ന് മോക്ക് ചോദിക്കുകയാണ്. ഡേ ആണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. മൗനം സമ്മതം എന്നും പറഞ്ഞ് മോക്ക് കിസ് ചെയ്യാനെന്നോണം അടുത്തേക്ക് വരുന്നുണ്ട്. തൊട്ടടുത്തെത്തുന്ന സമയത്ത് ഡേക്ക് പെട്ടെന്ന് ഒന്നും കാണാണ്ടാവുകയാണ്. സാധാരണയായിട്ട് അവനൊരു 30% കാണുമല്ലോ, ഇത് ഫുള്ള് ബ്ലാങ്ക് ആയി പോവാണ്. ഡേ വല്ലാണ്ട് പേടിച്ചു പോകുന്നുണ്ട്. മോക്കാണെങ്കിൽ ഡേനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് നിൽക്കുന്ന ഡേനെയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്. പക്ഷെ ചെറിയൊരു സീന് കൂടി ഉണ്ട്, വേണമെങ്കിൽ പരസ്യം വേണം പറയാൻ. എന്നാലൊരു ഫ്ലേട്ടിങ്ങുള്ളതുകൊണ്ട് നമുക്കതങ്ങ് പറഞ്ഞേക്കാം. പ്രാക്ടീസും കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ നിൽക്കുന്ന സമയത്ത് മോക്ക് ഡേക്ക് ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സ്, അഥവാ നമ്മുടെ പരസ്യത്തിൻ്റെ ഡ്രിങ്ക്സ്. എന്നിട്ട് മോക്ക് ഡേൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് കേൾവി ശക്തിയും അതേപോലെ ഫുഡ് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നത് കേട്ടിട്ടുണ്ടല്ലോ, അത് സത്യമാണോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ അതേപോലെയൊക്കെ തന്നെയായിരിക്കും എന്നും പറഞ്ഞ് മോക്കിൻ്റെ അടുത്ത് ആ ഒരു ഡ്രിങ്ക്സ് കുടിക്കാൻ പറയാണ്. അതും ഡേ തന്നെ മോക്കിൻ്റെ കണ്ണ് കുത്തി പിടിക്കുന്നുണ്ട്. അതിനുശേഷം കുടിച്ചു നോക്കാൻ പറയുന്നു. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം സ്വീറ്റാണ്, കുറച്ചും കൂടെ സ്വീറ്റാണ്, സോഫ്റ്റാണ് എന്നൊക്കെ നമ്മുടെ ചുകം പറയുമ്പം ഡേ വിചാരിക്കുന്നത് അവൻ്റെ കയ്യിനെ പറയുന്നതാണെന്നാണ്. അത് പറയുമ്പം മോക്കാണെങ്കിൽ ഞാൻ അതല്ല പറഞ്ഞത്, ഡ്രിങ്ക്സ് ആണ് പറഞ്ഞതെന്ന് പറയാണ്. പക്ഷെ നമുക്കറിയാലോ കയ്യാ പറഞ്ഞതെന്ന്. എന്നിട്ട് എനിക്ക് ലൈൻ ക്രോസ് ചെയ്യാനുള്ള ധൈര്യമൊന്നും വന്നിട്ടില്ലെന്നും പറഞ്ഞ് ലേശം മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ പയ്യന്മാർ രണ്ടും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം.